ശ്രീത്ത് കൂടി തുടരുന്നുണ്ട്. ശ്രീത്ത്, ഇതിൽ നേരത്തെ തന്നെ കോടതി ഇതിനൊരു പ്രഥമ ദൃഷ്ടിയായി ഈ രീതിയോട് ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് കണ്ടു. ഈ പ്രവേശനത്തിൽ എല്ലാ സ്ട്രീമുകളിലെയും വിദ്യാർത്ഥികൾക്ക് തുല്യ അവകാശം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കോടതി ചൂണ്ടിക്കാട്ടുന്നത് കണ്ടു. ഇതൊരു വലിയ അനിശ്ചിതത്വവും പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. എങ്കിൽ കൂടി അതിലൊരു വിശാലമായി ഈ കാര്യത്തെ കാണേണ്ടതുണ്ട് എന്ന നിലപാടാണ് കോടതി സ്വീകരിക്കുന്നത്. ഇനി സർക്കാരിന് മുമ്പിലുള്ള വഴി എന്താണ്? കോടതിയിലേക്ക് പോകുമ്പോഴും ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട രീതിയും കാര്യങ്ങളും തന്നെയാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. സർക്കാർ എന്തെങ്കിലും മറിച്ചാലോചിക്കുന്നുണ്ടോ ശ്രീത്ത്? CBSE സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഇടപെടൽ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ വൈകിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രവേശന നടപടികൾ ആരംഭിക്കുന്ന ഘട്ടമാണ്. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് മറ്റും കാര്യങ്ങൾ പോകാനുള്ള സമയത്താണ് ഇത്തരമൊരു കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ കീമിൻ്റെ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ആ മാർക്ക് ഏകീകരണത്തിൽ കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നഷ്ടമുണ്ടാകുന്നുവെന്ന പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിഷ്കരണ നടപടികൾ സർക്കാർ മുൻകൈയെടുത്തതും മന്ത്രിസഭയുടെ അനുമതിയോടുകൂടി തീരുമാനത്തിലേക്ക് വരികയും ചെയ്തത്. എന്നാൽ അപ്പോഴുണ്ടായിരുന്ന പരാതി എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന മാർക്ക് ഏകീകരണ സമ്പ്രദായത്തിൽ കേരള സ്ട്രീമിൽ പഠിക്കുന്ന കേരള ഹയർ സെക്കൻഡറി ബോർഡിന് കീഴിൽ +2 പഠിച്ച് പാസ്സായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ എൻട്രൻസ് പരീക്ഷയിൽ നഷ്ടമുണ്ടാകുമെന്നാണ്. എന്നാൽ ഇപ്പോൾ CBSEക്കാർ പറയുന്നു പുതിയ ഏകീകരണത്തിൽ അവർക്ക് നഷ്ടമുണ്ടാകുന്ന ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി സർക്കാരിൽ നിന്നും ഉള്ള പോംവഴി ഈ മാർക്ക് ഏകീകരണം കൂടുതൽ കുറ്റമറ്റമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. എന്നാൽ സംസ്ഥാന സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നഷ്ടമുണ്ടാകാതെ പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ നടത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട്. കാരണം കേരള സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നഷ്ടം സംഭവിച്ചാൽ അത് കേരള സ്ട്രീമിനെ അനാകർഷകമാക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു പോംവഴി കണ്ടെത്താൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു. എൻട്രൻസ് പ്രവേശന പരീക്ഷാ കമ്മീഷൻ മറ്റും ഇതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് വരും എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും കോടതിയുടെ ഇടപെടൽ സർക്കാരിൻ്റെ നിലപാട് ഇനി അറിയേണ്ടതുണ്ട്. അത് വൈകാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിനൊരു പരിഹാരം എളുപ്പമാവില്ല. ഇതിന് പകരം ഒരു രീതിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ കൂടി സമാനമായ രീതിയിലുള്ള പരാതികളും ആക്ഷേപങ്ങളും ഒരുപക്ഷെ കോടതി നടപടികളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് വിശദമായ കൂടിയാലോചനകൾ സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. കോടതിയിലേക്ക് ഈ വിഷയം എത്തിയ ഘട്ടത്തിൽ ഇനിയൊരു പോംവഴി അത്ര എളുപ്പമല്ല എന്നാണോ ശ്രീത്ത്? ഇത് ഇപ്പോൾ ജൂൺ 30 ചേർന്ന മന്ത്രിസഭായോഗമാണ് മാർക്ക് ഏകീകരണത്തിൽ പുതിയ സമ്പ്രദായം കൊണ്ടുവരാനുള്ള അനുമതി നൽകിയത്. തമിഴ്നാട് മാതൃകയിലുള്ള മാർക്ക് ഏകീകരണമാണ് കേരളം അവലംബിക്കാൻ പോകുന്നത് എന്നായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഈ അവസാന ഘട്ടത്തിൽ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ശ്രീത്തിലേക്ക് വരാം. ഇപ്പോൾ സർക്കാർ അപ്പീൽ നൽകും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. വിഷ്ണു സുരേഷ് അതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, സർക്കാർ മേൽക്കോടതിയെ സമീപിക്കാൻ പോകുന്നു, അപ്പീൽ നൽകാൻ പോകുന്നു. എന്താണ് അതിന്റെ വിശദമായ വിവരങ്ങൾ വിഷ്ണു? സംസ്ഥാന സർക്കാർ ഈ കിം പരീക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അത് കൃത്യമാണ് എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ വാദിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തങ്ങളുടെ ഭാഗം കുറച്ചുകൂടി വളരെ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന പശ്ചാത്തലത്തിലാണ് അപ്പീൽ നൽകാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ കോടതിയിൽ നൽകും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതിലൊരു ഏകീകരണ രീതി കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെച്ചത്. പ്രത്യേകിച്ച് ഈ കേരള സിലബസിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ വലിയ പരാതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് പരീക്ഷ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 15 മുതൽ 20 മാർക്ക് വരെ തങ്ങൾക്ക് കുറയുന്ന ഒരു സാഹചര്യമുണ്ട് തുടങ്ങിയ വിഷയങ്ങളാണ് സർക്കാരിന് മുമ്പിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പുതിയ രീതി അവലംബിക്കാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്തത്. പക്ഷേ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഈ CBSE സ്കൂൾ ഓഫ് കൗൺസിലൊക്കെ ആരോപിച്ചിരുന്നു. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന പരീക്ഷാ ബോർഡുകൾ വിഷയങ്ങൾക്ക് നൽകുന്ന ശരാശരി മാർക്ക്, ശരാശരിയിൽ നിന്നുള്ള വ്യത്യാസം, ദേശീയ തലത്തിലെ വിഷയങ്ങൾക്ക് ലഭിക്കുന്ന ശരാശരി, ആ ശരാശരിയിൽ നിന്നുള്ള വ്യതിയാനം എന്നിവ കണക്കിലെടുക്കുന്ന ഫോർമുലയാണ് 2024 വരെ എഞ്ചിനീയറിംഗ് പ്രവേശന മാനദണ്ഡമായി സ്വീകരിച്ചിരുന്നത്. എന്നാൽ നിലവിൽ സംസ്ഥാന ബോർഡുകളുടെ ഉയർന്ന മാർക്ക് മാത്രം പരിഗണിക്കുന്ന രീതിയാണ് ഇക്കുവരെ സ്വീകരിച്ചത്. കേന്ദ്ര സിലബസുകളിൽ പൂർണ്ണ മാർക്ക് നേടുക എളുപ്പമല്ലാത്തതിനാൽ CBSEയിൽ പഠിച്ചവർക്ക് ഇത് ദോഷകരമാകുമെന്ന് നേരത്തെ തന്നെ ഈ CBSE സ്കൂൾ ഓഫ് കൗൺസിൽ അടക്കമുള്ള ആളുകൾ ഈ സംസ്ഥാന സർക്കാരിന്റെ പുതിയ
പുതിയ പരിഷ്കരണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അപ്പോഴും സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഒരു ഏകീകരണ രീതി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ്. ഇത് ആരെയും ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയോ ഒരു വിഭാഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നതിന് വേണ്ടിയോ അല്ല, എല്ലാവർക്കും സമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും പ്രവേശനം നേടുന്നതിന് വേണ്ടി തുല്യത ഉറപ്പാക്കുന്ന വേണ്ടിയാണ് ഇത്തരത്തിലുള്ള രീതി അവലംബിച്ചതെന്ന് അവർ പറയുന്നു. പക്ഷേ കോടതി അത് പരിഗണിക്കുന്നില്ല. കോടതി ഇന്ന് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ പോലും 2011 ആ 1:1:1 എന്ന റേഷ്യോ തന്നെയാണ് മികച്ചത് എന്നൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇനി സർക്കാർ ഈ പുതിയ പരിഷ്കാരത്തെ എങ്ങനെയാണ് ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ ബോധ്യപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളതും ഏറെ നിർണായകമായ കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടും ഏറെ നിർണായകമാണ്. ഒരു അനിശ്ചിതത്വം ഇവിടെ നിൽക്കുന്നത് ഈ പരീക്ഷാ ഫലം കഴിഞ്ഞ ആഴ്ചയാണ് ഏറെ ഫലം പ്രസിദ്ധീകരിക്കുന്നില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരിച്ച വിദ്യാർത്ഥികളുടെ ഭാവി ഇനി എന്ത് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് മറുപടി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. അതിൽ എന്ത് വിഷയമാണ് വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പരീക്ഷ എഴുതി ഉന്നത വിജയമൊക്കെ നേടിയ ആളുകളുടെ കാര്യത്തിൽ ഇനി സ്വീകരിക്കാൻ പോകുന്നതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ട സാഹചര്യമുണ്ട്. അതിൽ കൂടി പരിഗണിച്ചാണ്, അവരുടെ ഈ പരീക്ഷാ ഫലം കൂടി പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ അപ്പീൽ പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ടി കെ. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.